ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെറിവേഷൻ ട്രീ ഓർ പാഴ്സ് ട്രീ ആണ്. അതായത് ഡെറിവേഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ഒരു ട്രീ റെപ്രസെൻറ്റേഷനാണ്. എന്തിൻ്റെ? നമ്മുടെ ഡെറിവേഷൻ്റെ. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെറിവേഷൻ. ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? നമ്മുടെ സ്റ്റാർട്ടിങ് സിമ്പിളിൽ നിന്ന് ആ ഗ്രാമറിലെ പ്രൊഡക്ഷൻസ് യൂസ് ചെയ്ത് ഏതെങ്കിലും സ്ട്രിങ്സിനെ ഡിറൈവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു ട്രീ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗ്രാമർ ഉണ്ടെന്ന് വിചാരിക്കുക. G is equal to, നമുക്ക് രണ്ട് നോൺ ടെർമിനൽസ് ഉണ്ട്, എസ് എ, അതുപോലെ ഇൻപുട്ട് സിമ്പിൾസ് എയും ബിയും ഉണ്ട്. ദെൻ സം പ്രൊഡക്ഷൻസ് ആർ ദെയർ, ദെൻ സ്റ്റാർട്ട് സിമ്പിൾ എസ് ഉണ്ട്. ഇതിൽ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഉള്ളത് എസ് ഗിവിങ് എ എസ് എ ക്യാപിറ്റൽ എ എസ് ഓർ എ, അതുപോലെ എ ഗിവിങ് ക്യാപിറ്റൽ എ ഗിവിങ് എസ് ബി എ ഓർ എസ് എസ് ഓർ ബി എ. ഇങ്ങനെ രണ്ട് ഇങ്ങനെ കുറച്ച് പ്രൊഡക്ഷൻസാണ് നമുക്ക് ഈ ഗ്രാമറിനകത്തുള്ളത്. ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ എ ബി ബി എ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിങ് ജനറേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് സിമ്പിളിൽ നിന്ന് അതിനെ എസ് ഗിവിങ് എ എസ് എന്ന് പറയുന്ന ആ പ്രൊഡക്ഷൻ യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് ഗിവിങ് എ എസ് എന്നുള്ള പ്രൊഡക്ഷൻ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ വന്നപ്പോഴത്തേനും ഈ എയിനെ റീപ്ലേസ് ചെയ്തിട്ട് എസ് ബി എ ആക്കുകയാണ്. എസ് ബി എ, ആ എസ് അവിടെ ഓൾറെഡി ഉള്ള എസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എ ഗിവിങ്, എസ് അല്ല, എ ഗിവിങ് എസ് ബി എ എന്ന് പറയുന്ന പ്രൊഡക്ഷനാണ് യൂസ് ചെയ്തത്. ദെൻ അതുപോലെ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എസ്സിന് പകരം എ യൂസ് ചെയ്യുന്നു. അപ്പോൾ എ ബി എ എസ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് ഗിവിങ് എ എന്നുള്ള പ്രൊഡക്ഷൻ യൂസ് ചെയ്തു. ദെൻ അഗെയിൻ അടുത്ത് നമ്മൾ ഈ എയിനെ റീപ്ലേസ് ചെയ്യുകയാണ്. എയിനെ റീപ്ലേസ് ചെയ്തിട്ട് ബി എ ആക്കുവാണ്. ഓക്കെ, ഇവിടെ ബി എ എസ് എന്നായി. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എ ഗിവിങ് ബി എ എന്നുള്ള പ്രൊഡക്ഷനാണ് യൂസ് ചെയ്തത്. ദെൻ അതുപോലെ ഇനി ലാസ്റ്റിൽ എസിനെ റീപ്ലേസ് ചെയ്ത് എ ആക്കി മാറ്റുകയാണ്. അപ്പോൾ എ ബി ബി എ ബി. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് ഗിവിങ് ബി എ എന്നുള്ള പ്രൊഡക്ഷൻ, എസ് ഗിവിങ് എ. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ ട്രീ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രീ വരയ്ക്കുമ്പോൾ സ്റ്റാർട്ട് സിമ്പിളാണ് നമ്മൾ റൂട്ടായിട്ട് എഴുതുന്നത്. ആ റൂട്ടിനെ നമ്മൾ എന്ത് വെച്ചാണോ റീപ്ലേസ് ചെയ്തത്, നമ്മളിവിടെ യൂസ് ചെയ്ത പ്രൊഡക്ഷൻ എസ് ഗിവിങ് എ എസ് ആണ്. അപ്പോൾ അതിൽ 3 സിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിൽഡ്രൻ എന്ന് പറയുന്നത് 3 ചിൽഡ്രൻ ആണ് വരുന്നത്, എ എസ് എന്നുള്ള രീതിയിൽ. ദെൻ ഇനി അടുത്തതായിട്ട് ഈ എനെ റീപ്ലേസ് ചെയ്തിട്ട് എസ് ബി എ ആക്കി മാറ്റി. അപ്പോൾ എസ് ബി എ. ദെൻ ഈ എസ്സിനെ റീപ്ലേസ് ചെയ്ത് എ ആക്കി, അതുപോലെ എനെ റീപ്ലേസ് ചെയ്തിട്ട് ബി എ ആക്കി. ദെൻ അഗെയിൻ ഈ ലാസ്റ്റ് എസ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എ ആക്കി. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഗ്രാഫിക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. ഇനി ഈ പാഴ്സ് ട്രീ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് നോട്ട്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് ടെർമിനൽസ് ആയിരിക്കും. ഓക്കെ, ഈ ടെർമിനൽസിനെ നമ്മൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയത് എ ബി ബി എ അല്ലേ. ഇപ്പോൾ ഒരു സ്ട്രിങ് ആയിരിക്കും നമുക്ക് അതിൻ്റെ ടെർമിനൽസിന് ചേർക്കുമ്പോഴത്തേനും കിട്ടുന്നത്. ലീഫ് നോട്ട്സ് എല്ലാം കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമറിൽ നിന്നുള്ള ഒരു സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്.
സോ അപ്പോൾ ഈ ലീഫ് നോട്ട്സിനെ എല്ലാം ചേർത്ത് നമ്മൾ ഈ എടുക്കുന്ന സ്ട്രിങ്ങിനെയാണ് ഈൽഡ് എന്ന് പറയുന്നത്. ഈൽഡ് ഓഫ് ദിസ് പാഴ്സ് ട്രീ. ഈ പാഴ്സ് ട്രീയുടെ ഈൽഡ് എന്നാണ് ഇതിന് പറയുന്നത്. സോ ഈൽഡ് ഈസ് ദ സ്ട്രിങ് ഒബ്റ്റെയിൻഡ് ബൈ കൺകാറ്റിനേറ്റിംഗ് ദ ലീവ്സ് ഓഫ് ദ ട്രീസ്. ഓക്കെ, ഈ ട്രീയുടെ ലീവ്സിനെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ പാഴ്സ് ട്രീയുടെ ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇനി ഈ ഒരു പാഴ്സ് ട്രീയുടെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. സോ അപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 5 പ്രോപ്പർട്ടീസാണുള്ളത്. നമുക്ക് ജി എന്ന് പറയുന്നത് ഒരു ഗ്രാമർ ഉണ്ടെന്ന് വിചാരിക്കുക. PTPS എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഉണ്ട്. ഇത് CFG ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രീ ആ ഗ്രാമറിൻ്റെ പാഴ്സ് ട്രീ ആകണമെങ്കിൽ ഈ 5 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊരു വേർട്ടെക്സ് എടുത്താലും അതിനൊരു ലേബൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ലേബൽ എന്ന് പറയുന്നത് നമ്മുടെ V യൂണിയൻ T യൂണിയൻ എപ്സിലോൺ ആയിരിക്കണം. അതായത് ആ ഓരോ ലേബലും ഒന്നുകിൽ നമ്മുടെ നോൺ ടെർമിനൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ടെർമിനൽ ആയിരിക്കണം, അതും അല്ലെങ്കിൽ എപ്സിലോൺ ആയിരിക്കണം. ഇതിൽ മുതൽ നോൺ ടെർമിനലിൽ ഏത് സിമ്പൽ, നമ്മുടെ ഗ്രാമറിനകത്തുള്ള നോൺ ടെർമിനലിലുള്ള ഏതെങ്കിലും ഒരു സിമ്പലാവാം, അല്ലെങ്കിൽ ടെർമിനലിലുള്ള ഏതെങ്കിലും ഒരു സിമ്പലാവാം, അതും അല്ലെങ്കിൽ എപ്സിലോൺ ആവാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആ ട്രീ എടുത്തു കഴിഞ്ഞാൽ ആ ട്രീയിലുള്ള എല്ലാ വേർട്ടെക്സിലും ഒരു ലേബൽ ഉണ്ടായിരിക്കണം. ആ ലേബൽ എന്ന് പറയുന്നത് V യൂണിയൻ T യൂണിയൻ എപ്സിലോൺ ആയിരിക്കണം. ദെൻ രണ്ടാമത് പറയുന്നത് റൂട്ട് ലേബൽ എന്ന് പറയുന്നത് എപ്പോഴും S ആയിരിക്കണം. അതായത് നമ്മുടെ ആ ട്രീയുടെ റൂട്ട് നോഡ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളായിരിക്കണം, ഗ്രാമറിൻ്റെ സ്റ്റാർട്ട് സിമ്പിളായിരിക്കണം റൂട്ട് നോഡായിട്ട് വരേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഇൻറ്റീരിയർ നോഡ് ആണ് എങ്കിൽ ആ നോഡിനൊരു A എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ A എന്ന് പറയുന്നത് ഒരു Vയുടെ എലമെൻ്റ് ആയിരിക്കണം, അതായത് ഒരു നോൺ ടെർമിനൽ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ട്രീ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോഡ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് നമ്മൾ ഇൻറ്റീരിയർ നോഡ് എന്ന് പറയുന്നത്. ആ ഇൻറ്റീരിയർ നോഡിലുള്ള ആ ലേബൽ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ ആയിരിക്കണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു N എന്ന് പറയുന്ന ഒരു നോഡിന് വെർട്ടെക്സിൽ ലേബൽ A ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ അതിനുശേഷം ആ Nന് കുറച്ച് ചിൽഡ്രൻസ് ഉണ്ട്. N1 N2 Nk എന്ന് പറഞ്ഞിട്ട് ചിൽഡ്രൻസ് ഉണ്ട്. ആ ചിൽഡ്രൻസിൻ്റെ ലേബൽസാണ് X1 X2 Xk എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഗ്രാമറിൽ A ഗിവിങ് X1 X2 എക്സെട്ര Xk എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെയാണ് എഴുതിയത്, S ഗിവിങ് AS എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എസ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് AAS എന്നാക്കി മാറ്റിയായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ S എന്ന് പറയുന്നതാണ് നമ്മുടെ നോഡ് N എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർട്ടെക്സ് N എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ നോഡ് Nൻ്റെ ചിൽഡ്രൻസ് ആണ് ഈ AAS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ N1 N2 N3 3 നോഡ്സാണ് ഉള്ളത്. ഈ 3 നോഡ്സിൻ്റെ ലേബൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അങ്ങനെ ഒരു ലേബിൾ വരണമെങ്കിൽ AAS വരണമെങ്കിൽ നമ്മുടെ ഗ്രാമറിനകത്ത് S ഗിവിങ് AAS എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അതാണ് നാലാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഒരു വേർട്ടെക്സിൽ N എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ്, അതിൻ്റെ ലേബൽ എന്ന് പറയുന്നത് എപ്സിലോൺ ആണ് എങ്കിൽ ആ N ആ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മൾ ലീഫ് നോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എപ്സിലോൺ വരുന്നത് എപ്പോഴും ലീഫ് നോഡായിട്ടായിരിക്കും വരുന്നത്. ആ എപ്സിലോൺ എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റിൻ്റെ സിംഗിൾ ചൈൽഡായിരിക്കും. ഓക്കെ, അതിൻ്റെ പാരൻറ്റിന് വേറെ ഒരു ചൈൽഡും ഉണ്ടാകത്തില്ല, എപ്സിലോൺ ആണ് അതിൻ്റെ ചൈൽഡെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ട്രീയെ ആ ഒരു ഗ്രാമറിൻ്റെ പാഴ്സ് ട്രീ ആണ് എന്ന് നമ്മൾ പറയുന്നത്.